ലഹരി മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയി വാടക വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന മാനന്തവാടി സ്വദേശിയായ യുവാവിനെ താമരശ്ശേരി പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തി. ബംഗളൂരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന എള്ളുമന്നം കല്ലായി മുഹമ്മദ് സാജിദിനെയാണ് പോലീസ് മോചിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനികളായ കൊടുവള്ളി കളരാന്തിരി വട്ടോത്തുപുറായിൽ അപ്പാപ്പൻ എന്ന ഷിഹാബ്, വാവാട് പാലക്കുന്നുമ്മൽ ആക്കോയി എന്ന അശ്വിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 3-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. താമരശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ലഹരി സംഘം MDMA വാങ്ങുന്നതിനായി ബംഗളൂരിലെത്തുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഇടനിലക്കാരന് 1.5 ലക്ഷം രൂപ കൈമാറിയെങ്കിലും വാഗ്ദാനം ചെയ്ത ലഹരി മരുന്ന് ലഭിച്ചില്ല. പണം തിരികെ കിട്ടാതായതോടെ പ്രകോപിതരായ സംഘം ഇടനിലക്കാരന്റെ സുഹൃത്താണെന്ന് ആരോപിച്ച് സാജിദിനെ ബലമായി തട്ടിക്കൊണ്ടുവരികയായിരുന്നുവെന്നാണ് പരാതി. താമരശ്ശേരി മുടൂർ വെളിമണ്ണ റോട്ടിലെ ഷിഹാബിന്റെ വാടക വീട്ടിലെ മുകൾ നിലയിലായിരുന്നു സാജിദിനെ പാർപ്പിച്ചിരുന്നത്. 4 ദിവസത്തോളം ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ ഇയാൾക്ക് ഭക്ഷണവും നൽകിയിരുന്നില്ലെന്ന് പരാതിയുണ്ട്. ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘവും താമരശ്ശേരി പോലീസും സംയുക്തമായി ഷിഹാബിന്റെ വാടക വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയ്ക്കിടയിലാണ് മുകൾ നിലയിലെ മുറിയിൽ പൂട്ടിയിട്ട നിലയിൽ സാജിദിനെ കണ്ടെത്തിയത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണമോ അല്ലെങ്കിൽ ലഹരി മരുന്നോ തിരികെ നൽകാതെ വിടില്ലെന്ന് ഭീഷണിപ്പെടുത്തി വടിയും കമ്പിയും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് സാജിദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ ഷിഹാബ് മുൻപ് നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഇയാൾക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന തിരുവമ്പാടി സ്വദേശിനി ഷാക്കിറയും 1-ലധികം MDMA കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികൾ ലഹരി കടത്തിന് ഉപയോഗിച്ച KL 60 T9162 നമ്പറിലുള്ള സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമരശ്ശേരി DYSP K വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടന്ന ഓപ്പറേഷനിലാണ് പ്രതികൾ കുടുങ്ങിയത്. പ്രദേശത്തെ മയക്കുമരുന്ന് മാഫിയയുടെ വേരുകൾ തേടി അന്വേഷണം വിപുലപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. ഓപ്പൺ ന്യൂസർ, മാനന്തവാടി.